Good morning. Good morning, Miss. Good morning, Miss. Good morning, miss. Good morning, Miss. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയാലിസിസ് സർവീസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? ഫസ്റ്റ് പാരഗ്രാഫ് അല്ലേ കഴിഞ്ഞത്? Good morning, ma'am. ഓക്കെ, അപ്പൊ നമ്മുടെ ഡയാലിസിസുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിരുന്നു. എന്താണ് കിഡ്നി ആണ്, എന്താണ് ജസ്റ്റ് നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യാണ് കേട്ടോ. ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗൻ കിഡ്നി ആണ്. അതിലൂടെ നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള എക്സ്ട്രാ വാട്ടറും അതുപോലെ തന്നെ വേസ്റ്റസും ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുകയും അത്തരം റിമൂവ് ചെയ്യുന്ന വേസ്റ്റസ് യൂറിനറി ബ്ലാഡറിലേക്ക് എത്തുകയും നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യുന്നു പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ കിഡ്നിക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അങ്ങനെ നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനും നമ്മുടെ ബ്ലഡിലെ എക്സ്ട്രാ ഫ്ലൂയിഡ്സിനെ വേസ്റ്റസിനെയൊക്കെ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ട്രീറ്റ്മെന്റ്, കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. 1940 കൂടി നമ്മൾ എന്താണ് ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആയിട്ട് വന്നെങ്കിൽ പോലും അതൊരു കിഡ്നി ഫെയിലിയറിന് വേണ്ടി ഒരു നിലവാരമുള്ള ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് മാറിയത് 1970-കളിലായിരുന്നു. ഒരുപാട് മില്യൺസ് ഓഫ് പേഷ്യൻസിന് ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ പ്രയോജനവും കിട്ടുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഇതല്ലേ പറഞ്ഞു നിർത്തിയത്? ഓക്കെ, ഇവിടെ വരെയും ക്ലിയർ അല്ലേ? ഇവിടെ വരെ ക്ലിയർ അല്ലേ? ശരി. നെക്സ്റ്റ്, ഡയാലിസിസ് ക്യാൻ ബി ഡൺ ഇൻ എ ഹോസ്പിറ്റൽ, എ ഡയാലിസിസ് സെന്റർ ഓർ അറ്റ് ഹോം. അപ്പൊ നമുക്ക് ഡയാലിസിസ് ഹോസ്പിറ്റലിൽ ചെയ്യാം, ഒരു ഡയാലിസിസ് സെന്ററിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ അറ്റ് ഹോം വീട്ടുകളിലും ചെയ്യാം. ദ ഡോക്ടർ വിൽ ഡിറ്റർമൈൻ വിച്ച് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആർ ദ ബെസ്റ്റ് പ്ലേസ് ബേസ്ഡ് ഓൺ മെഡിക്കൽ കണ്ടീഷൻ. അവിടെ എവിടെ ചെയ്യണം? ഹോസ്പിറ്റലിൽ ഈ പേഷ്യന്റ് ഡയാലിസിസ് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് സെന്ററിൽ പോയി ചെയ്യണോ, അല്ലെങ്കിൽ ഹോം വീട്ടിലിരുന്ന് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത് ആരാണ്? ഡോക്ടറാണ് നിർണ്ണയിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാ? ആ പേഷ്യൻസിന്റെ മെഡിക്കൽ കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ അല്ലെ? ആ പേഷ്യൻസിന്റെ മെഡിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്, അവർക്ക് എവിടെ നിന്നായിരിക്കും ഡയാലിസിസ് ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് എവിടെ നിന്നാണ് അവർക്ക് റിസൾട്ട് കിട്ടുക, അതിനനുസരിച്ചാണ്. അപ്പൊ പേഷ്യൻസിന്റെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഏത് തരത്തിലുള്ള ഡയാലിസിസ് ചെയ്യണം, ഏറ്റവും ബെസ്റ്റ് പ്ലേസ് അതിന് എവിടെയാണ്, അതുപോലെ തന്നെ പ്ലേസ്ഡ് ഓൺ മെഡിക്കൽ കണ്ടീഷൻ. ഇതാണ് ബെസ്റ്റ് പ്ലേസ് ബേസ്ഡ് ഓൺ മെഡിക്കൽ കണ്ടീഷൻ അല്ലെ? ഡോക്ടറാണ് അത് നിർണ്ണയിക്കുന്നത്. അവരുടെ മെഡിക്കൽ കണ്ടീഷനെ അനുസൃതമായിട്ട് ഏത് തരത്തിലുള്ള ഡയാലിസിസ് ചെയ്യണം, ബെസ്റ്റ് പ്ലേസ്, അത് ചെയ്യാനുള്ള ബെസ്റ്റ് പ്ലേസ് ഹോസ്പിറ്റൽ ആണോ, ഒരു ഡയാലിസിസ് സെന്റർ ആണോ, അല്ലെങ്കിൽ ഹോം ആണോ എന്നൊക്കെ നിർണ്ണയിക്കുന്നത് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ്. Then the length of dialysis treatment relay body size, the amount of waste in the body and the present state of health. അതുപോലെ തന്നെ ദ ലെങ്ത് ഓഫ് ഡയാലിസിസ് ട്രീറ്റ്മെന്റ്, ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ലെങ്ത്, എത്ര നേരം അല്ലെങ്കിൽ എത്ര സമയം അല്ലെങ്കിൽ എത്ര നാള് നമ്മൾ ഈ ഒരു ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യണം എന്നതിനെ, ഒരു ട്രീറ്റ്മെന്റ് തുടരണം എന്നതിനെ എന്തിനെ ആശ്രയിച്ചാണ്? ആ പേഷ്യൻസിന്റെ ബോഡി സൈസിനനുസരിച്ച്. അതുപോലെ അവരുടെ ബോഡിയിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് വേസ്റ്റ് അടിഞ്ഞു കൂടുന്നുണ്ട് അതിന്റെ അനുസരിച്ച്, ആൻഡ് ദ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, ആ പേഷ്യൻസിന്റെ നിലവിലെ ആ ഒരു അവരുടെ ഹെൽത്ത് ആരോഗ്യത്തിന്റെ അവസ്ഥയനുസരിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് എത്ര ലെങ്ത് ഓഫ് ഡയാലിസിസ് ട്രീറ്റ്മെന്റ്, എത്ര ദൈർഘ്യ നേരത്തേക്ക് അല്ലെങ്കിൽ എത്ര പീരീഡ് നമ്മൾ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഡയാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്യാം, ഡയാലിസിസ് സെന്ററിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ ഹോം വീടുകളിൽ ചെയ്യാം. പക്ഷെ അത് നിർണ്ണയിക്കുന്നത് ഏത് തരത്തിലുള്ള ഡയാലിസിസ് ഒരു പേഷ്യന്റ് ചെയ്യണം, ഏത് ചെയ്യാനുള്ള ബെസ്റ്റ് പ്ലേസ് ഏതാണ്, ഇതൊക്കെ നിർണ്ണയിക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയ? ആ പേഷ്യൻസിനെ മെഡിക്കൽ കണ്ടീഷനെ അടിസ്ഥാനമാക്കിയിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് ഇത് നിർണ്ണയിക്കുന്നത്. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ആ പേഷ്യന്റിന്റെ ബോഡി സൈസ്, അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന എമൗണ്ട് ഓഫ് വേസ്റ്റ്, അതുപോലെ അവരുടെ പ്രസന്റ് ഹെൽത്ത് സ്റ്റാറ്റസ് എത്രത്തോളമാണ്, ഇതൊക്കെ കൺസിഡർ ചെയ്താണ് എത്ര ലെങ്ത് ഓഫ് ഡയാലിസിസ് ട്രീറ്റ്മെന്റ്, ആ ഒരു ലെങ്ത് എത്ര സമയമായിരിക്കണം എന്നും തീരുമാനിക്കുന്നത്. പേരാണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയത്.
ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് യൂസസ് ആണ് കേട്ടോ പഠിക്കുന്നത്. ഡയാലിസിസ് ഇസ് ബെനിഫിഷ്യൽ ഫോർ 2 ഡിഫറെന്റ് സിറ്റുവേഷൻ. ഇപ്പൊ ഡയാലിസിസ് പ്രയോജനകരമാവുന്ന 2 ഡിഫറെന്റ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഡയാലിസിസ് ഉപയോഗിക്കാൻ പറ്റുന്ന 2 സന്ദർഭങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ആണ്, ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ പേഷ്യന്റ് who have recently lost kidney function, that is acute renal failure. അതായത് ഡയാലിസിസ് may be used for patient who have recently lost kidney function. അതായത് പെട്ടെന്നുണ്ടാവുന്ന, അടുത്തിടെ പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും കാരണത്താല് ആ കാരണങ്ങൾ കൊണ്ട് അവരുടെ കിഡ്നി ഫെയിലിയർ സംഭവിക്കുകയാണെങ്കിൽ അത്തരം, അതായത് who have recently lost kidney function ആണ്, ഒരുപാട് നാളായിട്ട് അവർക്ക് കിഡ്നിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല, പെട്ടെന്നുള്ള എന്തെങ്കിലും കാരണങ്ങളാല് അടുത്തിടെ പെട്ടെന്ന് അവർക്ക് ആ ഒരു കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടമാവുകയാണെങ്കിൽ അത്തരം പേഷ്യൻസിന് ഡയാലിസിസ് ആവശ്യമായി വരാറുണ്ട്. ആ ഒരു പ്രസന്റ് കണ്ടീഷൻ, ആ ഒരു രോഗാവസ്ഥയാണ് നമ്മുടെ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അക്യൂട്ട് റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ അതിനെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി AKI എന്നും നമുക്ക് പറയാം കേട്ടോ. അപ്പൊ അവിടെ പെട്ടെന്നുണ്ടാവുന്നതാണ്, അത് സഡൻ എപ്പിസോഡാണ്, പെട്ടെന്നുണ്ടാവുന്ന അടുത്തിടെ എന്തെങ്കിലും കേസുകളാല് പെട്ടെന്നുണ്ടാവുന്ന കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നഷ്ടമാവുന്ന ഒരു അവസ്ഥയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. സോ അത്തരം കണ്ടീഷനിൽ ഡയാലിസിസ് ആവശ്യമായി വരാറുണ്ട്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ പേഷ്യന്റ് who have permanently lost kidney function. അതായത് അവർ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് അവരുടെ കിഡ്നി പ്രവർത്തനങ്ങൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത്തരം കണ്ടീഷൻ ആണ് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. സോ 2 സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്, ഡയാലിസിസ് ആവശ്യമായി വരുന്ന 2 സിറ്റുവേഷൻസ്. അപ്പൊ ഒന്നാമത്തത്, ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ പേഷ്യന്റ് who have recently lost kidney function. അടുത്തിടെ എന്തെങ്കിലും കാരണത്താൽ പെട്ടെന്ന് അവരുടെ കിഡ്നി പ്രവർത്തനങ്ങൾ നിലച്ചു പോകുന്നു അല്ലെങ്കിൽ നഷ്ടമാവുന്ന അവസ്ഥ, അത്തരം കണ്ടീഷന് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയും. ആ ഒരു കണ്ടീഷനിൽ ഡയാലിസിസ് ആവശ്യമായി വരാറുണ്ട്. അതുപോലെ തന്നെ യൂസ്ഡ് ഫോർ പേഷ്യന്റ് who have permanently lost kidney function. അതായത് അവർക്ക് ഓൾറെഡി കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചെറിയ രീതിയിലാണെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതിങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എടുക്കാതെ വരുമ്പോൾ അതിങ്ങനെ മൂർച്ഛിച്ച് എന്താണ് ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് പിന്നെ പെർമനന്റ് ആയിട്ട് അവരുടെ ആ ഒരു കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നേക്കാം. അതാണ് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. എന്താണ്, ഇനി നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് മിസ് അധികം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത്. ആ 2 സിറ്റുവേഷൻസ് നിങ്ങൾ മനസ്സിലായോ? അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാല് പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും, അടുത്തിടെ പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും കാരണങ്ങളാല് അവർക്ക് പെട്ടെന്ന് അവരുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നഷ്ടമാകുന്ന അവസ്ഥയാണ്. അത് ടെമ്പററി ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് താൽക്കാലികമായിരിക്കും. അപ്പൊ അവിടെ ആ പേഷ്യൻസിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുത്ത് നമുക്ക് അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത്തരം കണ്ടീഷനിൽ ക്രിട്ടിക്കൽ ആവുന്ന സമയത്ത് പേഷ്യൻസിന് ഡയാലിസിസ് ആവശ്യമായി വരാറുണ്ട്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കിഡ്നി പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും സ്ഥിരമായിട്ട് പെർമനന്റ് ആയിട്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്നു, നഷ്ടമായിരിക്കുന്നു. അപ്പൊ അതിനെയാണ് ക്രോണിക് എന്ന് പറയുന്നത്, വിട്ടുമാറാത്ത അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് മിസ് പറഞ്ഞു തുടങ്ങിയില്ലല്ലോ, അത് പറയുമ്പോ പറയാം കേട്ടോ. മിസ് അവിടേക്ക് വരുന്നതേ ഉള്ളൂ. ഓക്കെ, അത് രണ്ടും ക്ലിയർ ആണോ? അപ്പോ അക്യൂട്ട് റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയറിന്റെ കാര്യങ്ങൾ ക്ലിയർ ആണോ? അത് ചോദിക്കാറുണ്ട്. റീസെന്റ് ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ, അതുപോലെ പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ, ആ 2 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, ഇപ്പൊ നമ്മൾ 2 സിറ്റുവേഷൻ പറഞ്ഞില്ലേ, അതേ കാര്യം തന്നെയാണ് നമ്മൾ താഴെയും പറയുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് സിറ്റുവേഷൻ ആണ് നമ്മൾ ആദ്യം പറയാം. അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞു അല്ലെ, നമ്മുടെ ARF അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ പറഞ്ഞു. അത് തന്നെയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKI എന്ന് പറഞ്ഞാലും. അപ്പൊ ഇതിന്റെ എക്സ്പാൻഡ് ഫോം നിർബന്ധമായിട്ട്, ഈ ചാപ്റ്ററിൽ കുറെ എക്സ്പാൻഡ് ഫോമുകൾ വരുന്നുണ്ട്, അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അത് ചോദിക്കാറുണ്ട് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 1 or 2 ഒക്കെ റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് ഒരുമിച്ച് എഴുതി വെക്കുക, എവിടെയെങ്കിലും നിങ്ങൾക്ക് സൗകര്യമുള്ള രീതിയിൽ ഒരുമിച്ച് എഴുതി വെച്ച് പഠിക്കാം. അല്ല എങ്കിൽ ഓരോ പേജിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാലും മതി. നിങ്ങളുടെ സൗകര്യം പോലെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഇതില്
ഫസ്റ്റ് വൺ ആണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKI എന്ന് പറയുന്നത്. അത് തന്നെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാലും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് ചോദിച്ചാലും അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKI എന്ന് പറഞ്ഞാലും എല്ലാം സെയിം ആണെന്ന് മനസ്സിലായോ? അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് ചോദിച്ചാലും അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് ചോദിച്ചാലും, റീനൽ എന്ന് പറഞ്ഞാൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട ടേം ആണെന്നറിയാലോ അല്ലേ? അതറിയില്ലേ? കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹാർട്ടുമായി ബന്ധപ്പെട്ടത്, റീനൽ എന്ന് പറയുമ്പോൾ കിഡ്നിയുമായി ബന്ധപ്പെട്ട ടേം ആണെന്ന് നമുക്കറിയാലോ. അപ്പൊ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് ചോദിച്ചാലും അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് ചോദിച്ചാലും ഒക്കെ സെയിം തന്നെയാണ്. അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള AKI എന്ന് ചോദിച്ചാലും ഇതാണ് അറിഞ്ഞിരിക്കുക. AKIയുടെ എക്സ്പാൻഡഡ് ഫോമും പഠിച്ചു വെച്ചിരിക്കണം. ഇത് ക്ലിയർ ആണോ? ഇനി അതിനുള്ളിലേക്കുള്ള കാര്യങ്ങൾ വരികയാണ് കേട്ടോ. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKI അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എ സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഡാമേജ്, പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും കാരണങ്ങളാൽ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കിഡ്നി ഫെയിലിയർ ആയി പോകുന്നു അല്ലെങ്കിൽ കിഡ്നി ഡാമേജ്ഡ് ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. അതായത് ഇപ്പോ എന്തെങ്കിലും പോയിസണിങ് വഴി വരാം, പാമ്പുകടിയോ കാര്യങ്ങളൊക്കെ ഏറ്റാലോ, അല്ലെങ്കിൽ എലിപ്പനി വരുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ മരുന്നുകളോ കഴിച്ചതിന്റെ സൈഡ് എഫക്റ്റുകളായിട്ടോ, അതെ പാമ്പുകടി ഏറ്റാലൊക്കെ പെട്ടെന്ന്, അതായത് അത്രയും നാളോ കിഡ്നിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കും, പെട്ടെന്ന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കിഡ്നിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ കിഡ്നിയുടെ ഫെയിലിയർ ആക്കുവാം അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKI അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. അത് ക്ലിയർ ആയോ? സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഒരു കിഡ്നി ഡാമേജ് ആണ്. പെട്ടെന്ന് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, വേഗത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ കണക്ട് ചെയ്താലും നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും കാരണങ്ങളാൽ സ്നേക് ബൈറ്റ് ആവാം, എലിപ്പനിയുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആന്റിബയോട്ടിക്സ് ഡ്രഗ് സൈഡ് എഫക്റ്റുകൾ വഴിയാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു പെട്ടെന്നുണ്ടാവുന്ന കാരണത്താല് പെട്ടെന്ന് അവരുടെ കിഡ്നി ഫെയിലിയർ ആവുന്നു അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് ആവും. അതെ, കൂടുവാണെങ്കിലും ഒക്കെ വരാറുണ്ട്, ശരിയാണ് കേട്ടോ. അപ്പൊ അത്തരത്തില് ഉണ്ടാവുന്ന ഒരു കിഡ്നി ഡാമേജിന് കിഡ്നി ഫെയിലിയർ ആണ് നമ്മൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. ദാറ്റ് ഹാപ്പൻസ് വിത്തിൻ എ ഫ്യൂ അവേഴ്സ് ഓർ ഡേ. ചിലപ്പോൾ അത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നടക്കുന്നതാവാം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന കാര്യമായിരിക്കും. അല്ലാതെ ഒരുപാട് ദിവസങ്ങളായിട്ട് ഇവർക്ക് കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഫേസ് ചെയ്യുന്ന ആളുകളായിരിക്കില്ല. അത് വ്യക്തമായോ? അത് മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ അടുത്തത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. AKI is normally treated in a hospital setting with intravenous fluid given through the vein. Intravenous fluid എന്ന് പറയുന്നത് നമ്മുടെ വെയിൻസിലൂടെ നൽകുന്ന ഫ്ലൂയിഡ്സ് അല്ലെ. അത്തരത്തിൽ നമുക്ക് സാധാരണ AKI ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ട്രീറ്റ്മെന്റുകൾ ചെയ്യാം. പക്ഷെ ഇത് കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആകുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ആ സമയങ്ങളിൽ നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അത്തരം പേഷ്യൻസ്, അതായത് ഈ AKI വന്ന് നമ്മൾ സാധാരണ ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ വെയിൻസിലൂടെ ഫ്ലൂയിഡ് കാര്യങ്ങൾ കടത്തി വിട്ടുകൊണ്ട് മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ നോർമൽ ആയിട്ട് ഇത് ട്രീറ്റ് ചെയ്യും. അതിന് പറ്റുന്നില്ല, അതായത് ഈ കണ്ടീഷൻ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡയാലിസിസ് ഇവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും, ആവശ്യമായിട്ട് വരും. പക്ഷെ ഇത് കുറെ സമയത്തേക്കൊന്നും നമ്മൾ ഡയാലിസിസ് കൊടുക്കണ്ട, ഷോർട്ട് ടൈമാണ്. അതായത് ഇവരുടെ കിഡ്നി എപ്പോഴാണോ ബെറ്റർ ആവുന്നത്, താൽക്കാലികമായിട്ടുള്ള കണ്ടീഷൻ ആണ് ഇവിടെ, എപ്പോഴും ടെമ്പററി ആണ്. പെട്ടെന്നാണല്ലോ അവർക്ക് കിഡ്നി ഡാമേജ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ കിഡ്നി പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുത്താൽ നമുക്ക് അവരെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഷോർട്ട് ടൈമിൽ അത് ആ ഒരു കിഡ്നി, അവരുടെ കിഡ്നി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്ന സമയം വരെ മാത്രം നമുക്ക് ഡയാലിസിസ് ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKI എന്ന് പറഞ്ഞാല് പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും കാരണത്താൽ ഒരു വ്യക്തിയുടെ കിഡ്നി ഫെയിലിയർ ആവുന്നു അല്ലെങ്കിൽ ഡാമേജ് ആവുന്ന കണ്ടീഷനെയാണ് പറയുന്നത്. അതായത് അത് ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കുന്നതാവാം, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നതാവാം. AKI നോർമലി നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ഇൻട്രാവീനസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വെയിൻസിലൂടെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ കടത്തി വിട്ടുകൊണ്ട് നമുക്ക് നോർമലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ക്രിട്ടിക്കൽ കേസുകളിലേക്ക് ഇത് പോവുകയാണെങ്കിൽ
ഡയാലിസിസ് തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരാം. സോ അത്തരം കണ്ടീഷനിൽ ഡയാലിസിസ് ആവശ്യമാണെങ്കിൽ പോലും അത് താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്താൽ മതി, ഷോർട്ട് ടേം ആയിട്ട് ചെയ്താൽ മതി. അവരുടെ കിഡ്നി എപ്പോഴാണോ ബെറ്റർ ആയിട്ട് വരുന്നത് അത്രയും സമയത്തേക്ക് മാത്രം നമ്മളൊരു ഡയാലിസിസ് സർവീസ് പ്രൊവൈഡ് ചെയ്താൽ മതിയാവും. ക്ലിയർ ആണോ? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKA അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്താന്ന് ഓക്കെ അല്ലേ? ഇനി അടുത്തത് കിഡ്നി ഫെയിലിയർ. അടുത്തതാണ് നമ്മുടെ കിഡ്നി ഫെയിലിയർ. കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞാല് നമ്മുടെ രണ്ടാമത്തെ സിറ്റുവേഷൻ എടുക്കാം. അതായത് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പഠിച്ചില്ലേ നമ്മള്? പഠിച്ചോ? എന്താണ് അതിന്റെ? പേഷ്യൻസ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ ആണ് അല്ലെ. അവരുടെ പ്രവർത്തനങ്ങൾ, കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ സ്ഥിരമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് അല്ലെ. അത്തരത്തിലുള്ള കണ്ടീഷൻ ആണ് ഈ ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാലും കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞാലും എല്ലാം സെയിം തന്നെ. ഓക്കെ ആണല്ലോ? ഇനി ആസ് പെർ നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ the end stage kidney failure happens when the kidneys are functioning at only 10 to 15% of their normal functioning. ഒരു കിഡ്നി 100% പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില് ഈ ഒരു എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ സംഭവിച്ച ആളുകളുടെ ആണെങ്കിൽ ചിലപ്പോൾ 10-15% മാത്രമേ പ്രവർത്തിക്കുന്നുണ്ടാവുള്ളൂ. ബാക്കി പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങളും അവരുടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? നഷ്ടമായിട്ടിരിക്കുന്ന കണ്ടീഷൻ ആയിരിക്കും. സോ അറ്റ് ദിസ് സ്റ്റേജ് the kidneys will not be able to keep you alive without extra help. ഈ ഒരു സ്റ്റേജിൽ അതായത് അവരുടെ ബാക്കിയുള്ള ഭാഗം, മുഴുവൻ ഭാഗം, ഒരു 3/4 ഭാഗത്തോളം അല്ലെങ്കിൽ അതിൽ കൂടുതലും അവരുടെ പ്രവർത്തനങ്ങൾ നഷ്ടമായി. സോ അത്തരത്തില് അങ്ങനെ നഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു കിഡ്നിക്ക് അവിടെ നമ്മുടെ ഇതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഫങ്ഷൻസ് ബോഡിയിൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. കിഡ്നി ഡാമേജ് ആയിരിക്കുകയാണ്. അതാണ് ഒരു 90-95% ഡാമേജ് ആയി. അപ്പൊ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ കിഡ്നിക്ക് ചെയ്തു തരാൻ പറ്റില്ല. അപ്പൊ അവിടെ ഒരു എക്സ്ട്രാ ഹെൽപ്പ് ആവശ്യമാണ് അല്ലെ. ഒരു എക്സ്ട്രാ ഹെൽപ്പ് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു കണ്ടീഷനെയാണ് ദിസ് ഈസ് ഓൾസോ നോൺ ആസ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഈ ഒരു കണ്ടീഷനെ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് ഓർ ESKD. അപ്പൊ ഇവിടെ ഒരുപാട് എക്സ്പാൻഡ് ഫോമുകൾ വരുന്നുണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. AKA പറഞ്ഞു. അടുത്തത് ESKD എന്ന് പറഞ്ഞാൽ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. അപ്പൊ ഇത് അവസാന സമയം അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് വിട്ടുമാറാത്ത ലാസ്റ്റ് സ്റ്റേജ്, അതായത് പെർമനന്റ്ലി അവിടെ ഒരു 90-95% അവിടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അവിടെ ഒരിക്കലും കിഡ്നിക്ക് സജീവമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല, ഒരു എക്സ്ട്രാ ഹെൽപ്പ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് കേട്ടോ. എന്തോ ക്രോണിക് എന്ന് പറയാറുണ്ട് കേട്ടോ. ഇപ്പൊ ക്രോണിക് ആണ്, ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയാറുണ്ട് കേട്ടോ. ഓക്കെ, വിത്ത് കിഡ്നി ഫെയിലിയർ dialysis is only able to do some of the work of healthy kidneys but is no cure for kidney disease. അപ്പൊ നമുക്ക് ഇത്തരത്തിലൊരു കിഡ്നി പൂർണ്ണമായിട്ടും ഫെയിലിയർ ആയി അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയി പെർമനന്റ് ആയിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഒരു സന്ദർഭങ്ങളിൽ നമുക്ക് ഡയാലിസിസ് മാത്രമേ അതിന്റെ ഒരു ആശ്രയമുള്ളൂ അല്ലെ. നമ്മുടെ ഒരു എക്സ്ട്രാ ഹെൽപ്പ് പോലെ നമുക്ക് ഡയാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് do some of the work of healthy kidney അല്ലെ. ആരോഗ്യമുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കിഡ്നി ചെയ്യുന്ന കുറച്ച് പ്രവർത്തനങ്ങളെങ്കിലും നമുക്കൊരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് പൂർണ്ണമായിട്ടും എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റില്ല അല്ലെ. എന്നാൽ പോലും ഒരു 3/4 ഭാഗത്തോളം അല്ലെങ്കിൽ ഒരു ഓൾമോസ്റ്റ് കുറെയൊക്കെ ഫങ്ഷൻസ് നമുക്ക് ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഈസ് നോ ക്യൂർ ഫോർ കിഡ്നി ഡിസീസ്. പക്ഷെ ഇത് നമ്മുടെ കിഡ്നി ഡിസീസിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമാണോ? ക്യൂറിംഗ് മെത്തേഡ് ആണോ? ഈ ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ആ ഒരു കിഡ്നി രോഗത്തിൽ നിന്നും മുക്തി നേടാൻ പറ്റുമോ? മുക്തി നേടാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിനൊരു പരിഹാര മാർഗമാണോ ഡയാലിസിസ് എന്ന് പറയുന്നത്? അല്ല അല്ലെ. ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതെ ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര നാളത്തേക്ക് ഡയാലിസിസ് ചെയ്യുമോ അത്രയും നാള് അവരുടെ കിഡ്നി പ്രവർത്തിക്കുന്നില്ല. അതിന് പകരം നമുക്ക് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനും വേസ്റ്റസിനെയും കാര്യങ്ങളും റിമൂവ് ചെയ്യാനും പറ്റും. അല്ലാതെ ഒരിക്കലും നമുക്ക് ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് വഴി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അപ്പൊ ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റിനാണെങ്കിൽ with ESKD the patient will require dialysis. ഒന്നില്ലെങ്കിൽ അവർക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം അല്ലെ, അല്ലെങ്കിൽ അവരുടെ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് അവർ എന്ത് ചെയ്യണം?
ഡയാലിസിസ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെ. 2 ഓപ്ഷൻസ് ആണ് അവരുടെ മുമ്പിലുള്ളത്. ഒന്നില്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം. ഇനി അതിന് പറ്റാത്ത ആളുകളാണെങ്കിൽ അവരുടെ ലൈഫ് ലോങ് ആയിട്ട് അവർ എന്ത് ചെയ്യണം, ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് അതുകൊണ്ട് തന്നെ ഇതൊരു പെർമനന്റ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതേസമയം അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ നമ്മള് ഈ പറയുന്നവരുടെ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ലൈഫിന്റെ അവസാനം വരെ അവർ ആ ഒരു ഡയാലിസിസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്നാൽ നമ്മൾ പഠിച്ചത് ഒന്ന് അങ്ങനെ ഒന്ന് കമ്പാരിസൺ ചെയ്തും പഠിക്കാം കേട്ടോ. എങ്ങനെയാണ്? ഷോർട്ട് ടൈം മതി അല്ലെ. അവിടെ കിഡ്നി എപ്പോഴാണോ അവരുടെ കിഡ്നി മെച്ചർ ആയിട്ട് വരുന്നത് അത്രയും സമയത്തേക്ക് മാത്രം ഡയാലിസിസ് ചെയ്താൽ മതിയാം. അതെ, ആ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ആ ഒരു പരുക്ക് റിക്കവർ ആവുന്നത് വരെ. അപ്പൊ അതിൽ നിന്ന് അവർ റിക്കവർ ആയി അല്ലെങ്കിൽ അവരുടെ കിഡ്നി പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ ആരംഭിച്ചാൽ നമുക്ക് അവരുടെ ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള കണ്ടീഷൻ ഉണ്ടോ? ഇല്ല അല്ലെ. കാരണം റിക്കവർ ആക്കി എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം അതിന്റെ 95% അല്ലെങ്കിൽ 90%ഓളം കിഡ്നി എന്ത് ചെയ്തു, പ്രവർത്തനങ്ങൾ നഷ്ടമായിരിക്കുന്നു പെർമനന്റ് ആയിട്ട് തന്നെ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് റിക്കവർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഒന്നില്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം, അല്ല എങ്കിൽ അവരുടെ ജീവിത അവസാനം വരെയും അവർ ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് തുടരേണ്ടതായിട്ട് വരും. അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കി ആ ഒരു ഭാഗം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്കെയുടെയും ESKD-യുടെയും എക്സ്പാൻഡഡ് ഫോം എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ എക്സ്പാൻഡഡ് ഫോമുകൾ നിർബന്ധമായിട്ടും ഇതിൽ കൊടുത്തിരിക്കുന്നത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഒരുപാട് പുറത്തുനിന്നൊന്നും ചോദിക്കില്ല. ഉള്ള എക്സ്പാൻഡഡ് ഫോംസ് വൃത്തിയായിട്ട് ഒരു പേപ്പറിലോ എവിടെയെങ്കിലും ഒരുമിച്ച് എഴുതി വെച്ചൊന്ന് പഠിക്കാം കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കി എന്നിട്ടൊന്ന് റിപ്ലൈ ചെയ്തേ. ആ ടൈമിലൊക്കെ പരിചയത്തിലുണ്ടോ ഡയാലിസിസ് ചെയ്യുന്ന ആളുകളൊക്കെ? ഉണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താലൊക്കെ കുറയും. ജിജി ഡയാലിസിസ് സ്റ്റാഫ് ആണോ? ഓക്കെ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? നിലവിൽ വർക്കിംഗ് ആണോ? ട്രിവാൻഡ്രം ആയിരുന്നു. ഓക്കെ, ഇപ്പൊ ഇല്ല. ഡയാലിസിസ് ടെക്നീഷ്യൻ ആയിരുന്നോ? അവിടെ ആയിരുന്നു. ശരി. അപ്പൊ നിങ്ങളുടെ ഇടയിൽ തന്നെ ഒരാളുണ്ട് കേട്ടോ. അപ്പൊ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ ജിജിയുടെ അടുത്ത് ചോദിച്ചാല് വ്യക്തമായിട്ട് പറഞ്ഞു തരും അല്ലെ. അപ്പൊ നമുക്ക് ഓരോ ഭാഗങ്ങൾ പറയുമ്പോൾ ചോദിക്കാം കേട്ടോ. മൈക്ക് ഓൺ ആക്കിയിട്ട് നമ്മുടെ ജിജിയുടെ അടുത്തോട് ചോദിച്ചിട്ടൊക്കെ ഒന്ന് പഠിക്കാം അല്ലെ. ചെയ്ത ആളുകൾക്കല്ലേ കുറച്ചും കൂടി നമുക്ക് അല്ലെ, ചെയ്ത ആളുകൾക്കല്ലേ കുറച്ച് ചെയ്യുന്ന പരിചയമുള്ള ആളുകൾക്കല്ലേ കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റുക അല്ലെ. ഓക്കെ, വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ ആ ഭാഗം? ഓക്കെ, ശരി. അടുത്തത് ഹൗ ഇറ്റ്സ് വർക്ക്സ്. ഇതിൽ പറയുന്നത് ഡയാലിസിസ് ഡിസ്ചാർജസ് some of the duties that kidney normally does to keep your body in balance. അപ്പൊ നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കിഡ്നി ചെയ്തിരുന്ന ചില ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ചില ചുമതലകൾ അല്ലെങ്കിൽ ചില ഡ്യൂട്ടീസ് ഒക്കെ നമുക്ക് ഡയാലിസിസിന്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റും. ഇനി താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ കിഡ്നി ചെയ്യുന്ന സാധാരണ നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കിഡ്നി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് കേട്ടോ താഴെ പറയുന്നത്. അല്ലെങ്കിൽ ഡയാലിസിസ് ഉപയോഗിച്ച് ചെയ്യുന്നതല്ല നമ്മൾ പറയുന്നത്. കിഡ്നി നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് സാധാരണ നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആണ് താഴെ പറയുന്നത്. അപ്പൊ ഇത്തരം ഡ്യൂട്ടീസ് നമ്മുടെ കിഡ്നിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിലെ കുറച്ച് ഡ്യൂട്ടീസ് ആണെങ്കിൽ പോലും നമുക്ക് ഡയാലിസിസിന്റെ സഹായത്തോടു കൂടി പ്രധാനപ്പെട്ട കുറച്ച് ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റും. എല്ലാം പൂർണ്ണമായിട്ടും നമുക്കൊരു കിഡ്നിയെ ചെയ്യുന്ന പോലെ തന്നെ ഡയാലിസിസ് കൊണ്ട് ചെയ്യാനായിട്ട് പൂർണ്ണമായിട്ടും പറ്റുകയില്ല. അപ്പൊ അതില് ഓരോന്നും കിഡ്നി ചെയ്യുന്ന നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാൻ വേണ്ടി കിഡ്നി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് പ്രോപ്പർലി ഫങ്ഷനിങ് കിഡ്നീസ് പ്രിവെന്റ് എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ് ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് ഫ്രം പൈലിംഗ് അപ്പ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ
എക്സ്ട്രാ വാട്ടറോ വേസ്റ്റസോ മറ്റ് ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ മറ്റ് മാലിന്യങ്ങളോ ഒക്കെ അടിഞ്ഞുകൂടുന്നതിനെ തടയുന്ന പ്രവർത്തനം ആരാ ചെയ്യുന്നത്? കിഡ്നിയാണ് അല്ലെ. പ്രോപ്പർലി ഫങ്ഷൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കിഡ്നി നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ വേസ്റ്റോ എക്സ്ട്രാ വാട്ടറോ മറ്റ് ഇമ്പ്യൂരിറ്റീസോ അടിഞ്ഞുകൂടാൻ സമ്മതിക്കോ? അടിഞ്ഞുകൂടോ? കാരണം എന്താ? ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന സമയത്ത് അത് റിമൂവ് ചെയ്ത് പോകുന്നുണ്ട് ഇല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടി കിടക്കുന്നുമില്ല. ശരിയല്ലേ? അപ്പൊ നല്ല പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്ന ഒരു കിഡ്നി നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ ബോഡിയില് വേസ്റ്റസ് അതുപോലെ എക്സ്ട്രാ വാട്ടർ അതുപോലെ മറ്റ് ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ മാലിന്യങ്ങളൊന്നും അടിഞ്ഞുകൂടാനായിട്ട് അത് എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല, അതിനെ തടയുന്നുണ്ട്. രണ്ടാമത്തെ ഫംഗ്ഷൻ, they also help to control blood pressure and control the levels of chemical elements in the blood. These elements may be sodium and potassium. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ബ്ലഡിലുള്ള കെമിക്കൽ എലമെന്റ്സ് ആയിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം മുതലായ എലമെന്റ്സിന്റെ ഒക്കെ ആ ഒരു ലെവലിനെ നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ എന്താണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്നു, അതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിലെ കെമിക്കൽ എലമെന്റ്സ് ആയിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം മുതലായവയുടെ ഇത്തരത്തിലുള്ള കെമിക്കൽ എലമെന്റ്സിന്റെ ആ ഒരു ലെവലിനെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, കിഡ്നി ഈവൻ ആക്ടിവേറ്റ് എ ഫോം ഓഫ് വിറ്റാമിൻ ഡി ദാറ്റ് എൻഹാൻസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. അതായത് കിഡ്നി ഒരു ആക്റ്റീവ് ഫോം ഓഫ് വിറ്റാമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യും. ആ വിറ്റാമിൻ ഡിയുടെ ആക്റ്റീവ് ഫോമിനെയാണ് നമ്മൾ കാൽസിട്രിയോൾ എന്ന് പറയുന്നത്. ഒരു ഹോർമോണാണ്. ഇത് എന്തിനെ സഹായിക്കുന്ന ഹോർമോണാ? ഹെൽപ്പ് ടു റെഗുലേറ്റ് ദ കാൽസ്യം ലെവൽ ഇൻ ദ ബ്ലഡ്. ബ്ലഡിലെ കാൽസ്യം ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്ന കാൽസിട്രിയോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ നമ്മുടെ വിറ്റാമിൻ ഡിയുടെ ആക്റ്റീവ് ഫോം, അതായത് കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ഫോം ഓഫ് വിറ്റാമിൻ ഡി ആണ് നമ്മൾ കാൽസിട്രിയോൾ എന്ന് പറയുന്നത്. ഇത് എന്തിനെ സഹായിക്കുന്ന ഹോർമോൺ ആണ്? നമ്മുടെ ബ്ലഡിലുള്ള കാൽസ്യത്തിന്റെ ലെവലിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കിഡ്നീസ് ഈവൻ ആക്ടിവേറ്റ് എ ഫോം ഓഫ് വിറ്റാമിൻ ഡി ആൻഡ് ദാറ്റ് എൻഹാൻസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. അപ്പൊ അങ്ങനെ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യുന്നത് അതിലൂടെ നമ്മുടെ ബ്ലഡിലെ കാൽസ്യത്തിന്റെ ലെവലിനെ റെഗുലേറ്റ് ചെയ്ത് നിർത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. സോ ഈ മൂന്ന് ഫങ്ഷൻസ്, ഈ മൂന്ന് ഡ്യൂട്ടീസും നോർമലി നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കിഡ്നി നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഡ്യൂട്ടീസ് ആണ്. ഇനി ഈ മൂന്ന് കാര്യങ്ങളും അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഇതിന്റെ ഡ്യൂട്ടി അല്ല കേട്ടോ. when the kidneys are unable to perform this function, ഒരു കിഡ്നിക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ഡ്യൂ ടു ഡിസീസ് ഓർ ഇഞ്ചുറി. ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പരിക്കുകൾ പറ്റിയത് കൊണ്ടായിരിക്കാം. It is dialysis that can help the body run as normally as possible. സാധ്യമായ രീതിയിൽ ബോഡി റൺ ചെയ്യാനായിട്ട് സഹായിക്കുന്ന, അത് കിഡ്നിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ ആ ബോഡി നോർമലി സാധ്യമായിട്ടുള്ള രീതിയിൽ റൺ ചെയ്യണമെങ്കിൽ എന്തിന്റെ സഹായം ആവശ്യമായി വരും? ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ സഹായം ആവശ്യമായി വരും. വിത്തൗട്ട് ഡയാലിസിസ്, നമ്മൾ ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുന്നത്? salts and other waste products will pile up in the blood, poison the body and damage other organs. അപ്പൊ നമ്മുടെ ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ വേസ്റ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടും അല്ലെ? ഇല്ലേ? സോൾട്സ് ആണെങ്കിലും മറ്റ് വേസ്റ്റ് പ്രൊഡക്റ്റുകൾ ആണെങ്കിലും ഒക്കെ നമ്മുടെ ബോഡി, കാരണം റിമൂവ് ചെയ്ത് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡിൽ അടിഞ്ഞുകൂടും, അത് ബോഡിയെ പോയിസൺ ചെയ്യുകയും അതുപോലെ അതെന്താണ് നമ്മുടെ ഓർഗൻസിനെ വരെയും ഡാമേജ് ചെയ്യാനും സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റിലേക്ക് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ട്രീറ്റ്മെന്റ് സ്വീകരിക്കുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റിൽ പറയുന്നത്, നമ്മുടെ ബോഡി നോർമലി നമ്മുടെ പ്രോപ്പർ ആയിട്ട് ഫങ്ഷനിങ് ചെയ്യുന്ന ഒരു കിഡ്നി നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ആ കിഡ്നി ചെയ്യുന്ന കുറച്ച് ഡ്യൂട്ടീസ്, നമ്മുടെ ബോഡിയുടെ ബാലൻസ് നിലനിർത്താൻ വേണ്ടി കിഡ്നി ചെയ്യുന്ന കുറച്ച് പ്രവർത്തനങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത്, നമ്മുടെ ബോഡിയുടെ എക്സ്ട്രാ വാട്ടറോ വേസ്റ്റസോ മറ്റ് ഇമ്പ്യൂരിറ്റീസോ ഒന്നും നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടാനായിട്ട് ഇത് അനുവദിക്കുന്നില്ല. അതിനൊക്കെ കിഡ്നി നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കിഡ്നി ഉണ്ടെങ്കിൽ അത് തടയുന്നുണ്ട്. രണ്ടാമത്തത് പറഞ്ഞത്, ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ബ്ലഡിലെ കെമിക്കൽ എലമെന്റ്സ് ആയിട്ടുള്ള സോഡിയം, പൊട്ടാസ്യത്തിന്റെ ഒക്കെ ലെവലിനെ നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തത്, കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് ഫോം ഓഫ് വിറ്റാമിൻ ഡി ഉണ്ട്. അതാണ് കാൽസിട്രിയോൾ. കാൽസിട്രിയോൾ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ആണ്. അത് നമ്മുടെ കാൽസ്യം ലെവൽ, ബ്ലഡിലുള്ള കാൽസ്യം ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ആ ഒരു കാൽസ്യം ലെവൽ നിലനിർത്താൻ വേണ്ടി കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ
നാലാമത്തെ പോയിന്റിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ഡ്യൂട്ടീസ് ഒന്നും നമ്മുടെ കിഡ്നി പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ കിഡ്നിക്ക് ഇത്തരത്തിലുള്ള ഡ്യൂട്ടീസ് ഒന്നും ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഒരു അസുഖങ്ങൾ വന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി പറ്റിയത് കൊണ്ടാവാം. സോ അത്തരം കണ്ടീഷനിൽ നമ്മുടെ ബോഡി നോർമലി സാധ്യമായ രീതിയിൽ എന്താണ് റൺ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ സഹായം ആവശ്യമാണ്. ഇനി നമ്മൾ ഡയാലിസിസ് ചെയ്തില്ല എങ്കിൽ സോൾസും മറ്റ് അതർ വേസ്റ്റ് പ്രൊഡക്റ്റും ഒക്കെ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുകയും ബോഡിയെ പോയിസൺ ചെയ്യുകയും നമ്മുടെ മറ്റു ഓർഗൻസിനെ കൂടി ഡാമേജ് വരുത്തുകയും ചെയ്യും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഹൗ ഇറ്റ്സ് വർക്ക്സ്. എന്താണ് അമൃത? കിഡ്നി പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട സിംറ്റംസ് ഉണ്ടാവുമോ? സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. സാധാരണയായിട്ട് നമ്മുടെ കാലുകളിലൊക്കെ നീര് അതുപോലെയുള്ള കാര്യങ്ങൾ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള എഡിമ പോലെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവിടെ ഫ്രീക്വന്റ് ആയിട്ട് ചിലപ്പോൾ യൂറിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും പല പല സിംറ്റംസ് ആയിരിക്കും കാണിക്കുക. കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അല്ലെ ജിജി? ശരിയല്ലേ? ഓരോരുത്തർക്കും നമ്മുടെ ഓരോ ബോഡിയിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള കണ്ടീഷൻ ആണ് അതിനനുസരിച്ചായിരിക്കും അവരുടെ സിംറ്റംസ് കാണിക്കുക. സാധാരണയായിട്ട് നമ്മുടെ യൂറിനുമായി ബന്ധപ്പെട്ട ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ നടത്തിയാണ് സാധാരണ ഇത് എന്ത് ചെയ്യുന്നത് അറിയാറ് കേട്ടോ. അപ്പൊ ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആണെങ്കിൽ സാധാരണ ആളുകൾ അത് എന്ത് ചെയ്യാറുണ്ട്? അതുപോലെ ഡയബറ്റീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് കിഡ്നി ഫെയിലിയേഴ്സ് വരാറുണ്ട്. അപ്പൊ അത്തരം ഉള്ള അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഇതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഓരോ കാര്യങ്ങളും കുറച്ചും കൂടി ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ രീതിയിലേക്കുള്ള കിഡ്നി ഫെയിലിയറിലേക്ക് പോവാതിരിക്കാനാണ് ശ്രമിക്കുക. അതെ, ക്രിയാറ്റിന്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഡോക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? ഡയാലിസിസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു ട്രീറ്റ്മെന്റുകൾ തുടങ്ങാറുണ്ട്. അപ്പൊ അത് ഇത്ര സമയത്തിന് അവരുടെ ടൈം പീരീഡിനുള്ളിൽ ആദ്യം മെഡിസിൻസ് തന്നു നോക്കും. അതിനുശേഷവും അതേ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഡയാലിസിസ് പോലെയുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ആണോ? വായിച്ചോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ഇനി നമ്മള് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ് കേട്ടോ പഠിക്കുന്നത്. ടൈപ്സ് ഓഫ് ഡയാലിസിസ് ഓരോ ടൈപ്പായിട്ട് നമുക്ക് പഠിച്ചു പോവാം. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് ആണ് ഹീമോ ഡയാലിസിസ്, അല്ലെങ്കിൽ HD എന്ന് പറയാം. അപ്പൊ HD എന്നായിരിക്കും ചിലപ്പോൾ ഇനിയുള്ള ടെക്സ്റ്റുകളിലും ഇനിയുള്ള ഭാഗങ്ങളിലും ഒക്കെ നമ്മൾ ഷോർട്ട് ആയിട്ടായിരിക്കും പഠിക്കുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ HD എന്ന് പറഞ്ഞാൽ അത് ഹീമോ ഡയാലിസിസ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കണേ. ഹീമോ ഡയാലിസിസ് അതാണ് ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. The most common type of dialysis is hemodialysis. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഏറ്റവും മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഏതാണ്? ഹീമോഡയാലിസിസ് ആണ്. അത് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവ. Hemodialysis is a method in which a dialysis machine and a special filter called an artificial kidney or a dialyzer that is used. ഇവിടെ നമ്മളൊരു മെഷീന്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ഡയാലിസിസ് മെഷീനും ഒരു സ്പെഷ്യൽ ഫിൽറ്ററും ഉണ്ടായിരിക്കും. ഇതിനെ നമ്മൾ കളക്റ്റീവ് ആയിട്ട് വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയലൈസർ, ഹീമോഡയലൈസർ എന്നൊക്കെ നമുക്ക് വിളിക്കാം. എന്തുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി? കാരണം കിഡ്നി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്, ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ ഈ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഒരു മെഷീന്റെയും സ്പെഷ്യൽ ഫിൽറ്ററിന്റെയും സഹായത്തോടു കൂടി ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ കിഡ്നി ചെയ്യേണ്ട ഡ്യൂട്ടി ആണല്ലോ ഇവർ ചെയ്യുന്നത്, അല്ലെ? അതുകൊണ്ടാണ് അതിനെ ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയലൈസർ അല്ലെങ്കിൽ എന്താ ഹീമോ ഡയലൈസർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഇസ് എ മെത്തേഡ് ഇൻ വിച്ച് എ ഡയാലിസിസ് മെഷീൻ ആൻഡ് എ സ്പെഷ്യൽ ഫിൽറ്റർ കോൾഡ് ആൻ ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ ഡയലൈസർ ഈസ് യൂസ്ഡ്. അപ്പൊ ഇവിടെ ഒരു ഡയാലിസിസ് മെഷീനും ഒരു സ്പെഷ്യൽ ഫിൽറ്ററും ഈ ഒരു ഡയാലിസിസ് മെത്തേഡിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയലൈസർ എന്ന് പറയുന്നത്. കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇവർ ചെയ്യുന്നത് കൊണ്ടാണ്
നമ്മൾ അവിടെ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് കൂടിയാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ക്ലിയർ അല്ലേ? ഇനി this artificial kidney or hemodialyser eliminate waste and surplus fluid from the blood. നമ്മുടെ കിഡ്നി നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് വേസ്റ്റസിനെയും അതുപോലെ തന്നെ വാട്ടറിനെയൊക്കെ റിമൂവ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഹീമോഡയലൈസറും എലിമിനേറ്റ് വേസ്റ്റ് ആൻഡ് സർപ്ലസ് ഫ്ലൂയിഡ് ഫ്രം ദ ബ്ലഡ്. ബ്ലഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വേസ്റ്റസും അതുപോലെ തന്നെ സർപ്ലസ് ആയിട്ടുള്ള എക്സ്ട്രാ ഫ്ലൂയിഡ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. Then the filtered blood is then sent back to the body with the help of a dialysis machine. ഈ ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി തന്നെ ഫിൽട്ടർ ചെയ്ത് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡ് തിരികെ ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്, സെൻഡ് ബാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബിഫോർ സ്റ്റാർട്ടിംഗ് ഹീമോഡയാലിസിസ്, ഇനി ഒരു ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എ മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു മേക്ക് എ വാസ്കുലാർ അസസ് സൈറ്റ്. ഒരു ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എപ്പോഴും നമുക്കൊരു മൈനർ സർജറി ആവശ്യമായി വരാറുണ്ട്. അതെന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വാസ്കുലർ അസസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഒരു വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഇൻടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽസ്. നമ്മുടെ ഏതെങ്കിലും ഒരു ബ്ലഡ് വെസലിന് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുക എന്നതാണ് വാസ്കുലർ. ആ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറയുന്നത്. സോ അത്തരത്തില് നമ്മുടെ ഏതെങ്കിലും ഒരു ബ്ലഡ് വെസലിന് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ ഒരു വാസ്കുലർ അസസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എപ്പോഴും ഒരു ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളൊരു മൈനർ സർജറി നടത്തും. നോർമലി ഇൻ ദ പേഷ്യന്റ് സാധാരണയായിട്ട് പേഷ്യൻസിന്റെ കൈകളിലാണ് ചെയ്യാറ്. കണ്ടിട്ടില്ലേ നിങ്ങൾ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന്റെ എവിടെയൊക്കെയാണ് കാണാൻ? സാധാരണ കൈകളിലായിരിക്കും, അല്ലെങ്കിൽ കഴുത്തിൽ കാണാറുണ്ട്, കൈകളിൽ കാണാറുണ്ട്. പിന്നെ കയ്യിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന കേസുകളാണ് അവരുടെ കാലിലാണ്, നമ്മുടെ ലെഗിലാണ് ചെയ്യാറ് അല്ലെ? കണ്ടിട്ടില്ലേ അത്? കാലുകളിലും ചെയ്യാറുണ്ട്. അത് പേഷ്യൻസിന്റെ ബ്ലഡ് വെസൽസ് ചിലപ്പോൾ കിട്ടാനുള്ള ഭാവങ്ങളോ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് വീക്ക് ആണെങ്കിലോ ഒക്കെയാണ് സാധാരണ കാലുകളിലേക്ക്, കയ്യിലാണ് സാധാരണ, ആംസിലാണ് സാധാരണയായിട്ട് ഇത് ചെയ്യാം കേട്ടോ. This access site is important to have an easy way to get blood from the body. ഇങ്ങനെ ഒരു വാസ്കുലർ അസസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഡയാലിസിസിന് വേണ്ടിയുള്ള ബ്ലഡ് എടുക്കാനും തിരികെ അത് ആ ബോഡിയിലേക്ക് ഈ ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി സെൻഡ് ബാക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ട്. സോ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ് ഫോർ ഹീമോഡയാലിസിസ് ആർ as follows. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു 3 ടൈപ്പ് വാസ്കുലർ അസസ് സൈറ്റുകളുണ്ട്. അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഭാഗം ഒന്നുകൂടി മിസ് പറയാം. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് എന്ന് പറയുന്നത് ഹീമോഡയാലിസിസ് ആണ്. മാറിപ്പോയത് കേട്ടോ, എപ്പോഴും ചോദിക്കാറുണ്ട്. ഹീമോഡയാലിസിസ് ആണ്. ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന മെത്തേഡില് ഒരു ഡയാലിസിസ് മെഷീനും ഒരു സ്പെഷ്യൽ ഫിൽറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ കളക്റ്റീവ് ആയിട്ട് വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഹീമോഡയാലൈസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അത് അവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഹീമോഡയാലൈസർ നമ്മുടെ ബ്ലഡിനെ, അതായത് ആ പേഷ്യന്റിന്റെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു. അവരുടെ ബ്ലഡിൽ നിന്നും വേസ്റ്റസിനെയും എക്സ്ട്രാ ഫ്ലൂയിഡ്സിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഫിൽറ്റേർഡ് ആയിട്ടുള്ള ഫിൽട്ടർ ചെയ്ത് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡ് തിരികെ ഇതേ ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി തന്നെ അവരുടെ ബോഡിയിലേക്ക് തിരികെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ അല്ലേ? ഒന്നൊരു കഥ പോലെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചു വെക്കുക. അല്ലാതെ നിങ്ങൾ അവിടെ ഇവിടെ നോക്കി പഠിക്കേണ്ട, ഒരു ഓർഡറിൽ മനസ്സിലാക്കി അങ്ങ് പഠിച്ചു വെച്ചാൽ മറന്നു പോവില്ല കേട്ടോ. ദെൻ അടുത്തത്, ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഹീമോഡയാലിസിസ് ചെയ്യണം. അതിന് മുൻപായിട്ട് ഒരു മൈനർ സർജറി ഇവരിൽ ചെയ്യും. ഒരു മൈനർ സർജറി നടത്തും. ആ മൈനർ സർജറി നടത്തുന്നത് എന്തിനാണ്? ഒരു വാസ്കുലർ അസസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഇൻടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടെ. ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത് ചോദിക്കാറുണ്ട്. ഓപ്പണിംഗ് ഇൻടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽ. നമ്മുടെ ഏതെങ്കിലും ഒരു ബ്ലഡ് വെസലിൽ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് വാസ്കുലർ അസസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ആ ഒരു മൈനർ സർജറി നടത്തുന്നത്. അങ്ങനെ മൈനർ സർജറി നടത്തി ഒരു വാസ്കുലർ അസസ് സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബ്ലഡ് വെസലിൽ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ സാധാരണ നോർമലി പേഷ്യൻസിന്റെ അല്ലെങ്കിൽ കൈകളിലാണ് ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മൈനർ സർജറീസ് നടത്താറ്. ഇനി ദിസ് അസസ് സൈറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ഹാവ് ആൻ ഈസി വേ ടു ഗെറ്റ് ബ്ലഡ് ഫ്രം ദ ബോഡി. എളുപ്പത്തില് അവർക്ക് ആ ഒരു അസസ് സൈറ്റിൽ നിന്ന് ഈ ഒരു ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി എടുക്കാനും തിരികെ ആ ഒരു ഫിൽട്രേഷൻ
ഓപ്പറേഷൻ കഴിഞ്ഞ് തിരികെ ആ ബെഡിൽ ഈ ഒരു ഡയാലിസറിന്റെ സഹായത്തോടു കൂടി തിരികെ അവരുടെ ബോഡിയിലേക്ക് സെൻഡ് ബാക്ക് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അസസ് ആയിട്ട് നമ്മൾ മൈനർ സർജറിയിലൂടെ ക്രിയേറ്റ് ചെയ്യും. ഇനി അത്തരത്തില് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന 3 ടൈപ്പ് ഓഫ് അസസ് സൈറ്റുകൾ ഉണ്ട്. ഹീമോഡയാലിസിന് വേണ്ടി നമ്മൾ 3 ടൈപ്പ് ഓഫ് അസസ് സൈറ്റുകളാണ് സാധാരണ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വായിച്ച് ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കും കേട്ടോ അതിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പൊ ഇത്രയും വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി. അത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ശരി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ആ ഭാഗം? ഓക്കെ. നെക്സ്റ്റ് വൺ ഫസ്റ്റ് വൺ ആണ് കേട്ടോ. അപ്പൊ വാസ്കുലാർ അസസ് സൈറ്റുകളുടെ ഓരോ ടൈപ്പ് നമ്മൾ പഠിക്കുന്നതിൽ ഫസ്റ്റ് വൺ ആണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഫിസ്റ്റുല എന്ന് വിളിക്കും. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഫിസ്റ്റുല, അതാണ് ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത്. AV fistula is a surgical connection between an artery and a vein. ആ സെന്റൻസ് ഒന്ന് അത്രയെല്ലാം ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. AV fistula എന്ന് പറഞ്ഞാൽ is a surgical connection between an artery and a vein. ഒരു ആർട്ടറിയും വെയിനും തമ്മിൽ സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മള് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ആർട്ടറിയും വെയിനും തമ്മിൽ നമ്മൾ ശസ്ത്രക്രിയയിലൂടെ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു. ആ ഒരു സർജിക്കൽ കണക്ഷനെയാണ് നമ്മള് AV ഫിസ്റ്റുല അല്ലെങ്കിൽ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. Often a fistula is created in the arm. If the arteries in the arm are not large or healthy enough, it can also be put in the leg. അപ്പൊ നമുക്ക് ഫിസ്റ്റുല സാധാരണയായിട്ട് നമ്മുടെ ആംസ് കൈകളിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിലും ഇഫ് ദ ആർട്ടറീസ് നമ്മുടെ ആംസിലുള്ള ആർട്ടറി അല്ലെങ്കിൽ സിരകളോ ധമനികളോ ഒക്കെ അത്ര നല്ല രീതിയിൽ ഹെൽത്തി അല്ല അല്ലെങ്കിൽ ലാർജ് അല്ല എങ്കിൽ നമുക്ക് ഈ ഒരു സർജിക്കൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ അത്തരം കേസുകളിൽ അവരുടെ കാലുകളിലേക്കും നമ്മൾ ഈ ഒരു സെയിം സർജിക്കൽ കണക്ഷൻ ചെയ്യാറുണ്ട്. Then it is the most natural, ഞാൻ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. It is the most natural access site as it is formed from blood vessels. ഇവിടെ നമ്മുടെ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ എന്തെങ്കിലും പുറമേ നിന്നുള്ള എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി വെച്ചാണോ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കി ആണോ? എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും അവിടെ ആഡ് ചെയ്തോ? ഇല്ല അല്ലെ? ആ ബ്ലഡ് വെസൽസിൽ നിന്നും നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത് അല്ലെ? അല്ലാതെ എക്സ്ട്രാ ഒരു ഗ്രാഫ്റ്റോ ട്യൂബോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ഇത് മോസ്റ്റ് നാച്ചുറൽ അസസ് സൈറ്റ് ആണ്. കാരണം എന്താ? ഇത് ബ്ലഡ് വെസൽസ് വഴി ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കിയത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു മോസ്റ്റ് നാച്ചുറൽ അസസ് സൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ റെയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്, ഇൻഫെക്ഷനും ക്ലോട്ടിങ് ബ്ലഡ് ക്ലോട്ട് ആവാനൊക്കെ ഉള്ള ചാൻസസും വളരെ കുറവായിരിക്കും. അപ്പോൾ AV ഫിസ്റ്റുല അല്ലെങ്കിൽ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഇസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് എ വെയിൻ. ഒരു ആർട്ടറിയും വെയിനും തമ്മിൽ ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇനി AV ഫിസ്റ്റുല എന്ന് പറയുന്നത് നമുക്ക് സാധാരണ പേഷ്യൻസിന്റെ കൈകളിൽ ചെയ്യാം. പേഷ്യൻസിന്റെ കൈകളിലെ ആർട്ടറിയോ വെയിൻസോ ഒക്കെ വലിയ വലുപ്പമില്ല അല്ലെങ്കിൽ ലാർജ് അല്ല, ഹെൽത്തി അല്ല എങ്കിൽ നമുക്കത് ലെഗ്സിലും ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതെന്ന് പറയുന്നത് ബ്ലഡ് വെസൽസിൽ നിന്നും നോർമൽ ആയിട്ട് നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ വഴി സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു മോസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള അസസ് സൈറ്റ് ആണ്. ഇവിടെ ഇൻഫെക്ഷനും ക്ലോട്ടിങ്ങും ഉണ്ടാകാനുള്ള ചാൻസസും വളരെ കുറവായിരിക്കും. ക്ലിയർ ആയോ അത് എന്താണെന്നുള്ളത്?
അതിന്റെ ഡേറ്റും കുറച്ച് സമയവും ഇതൊക്കെ ഉണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കാം കേട്ടോ. അത് ഒരുമിച്ച് നമ്മൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇനി അതിനുശേഷം നമ്മൾ അത് എന്തുകൊണ്ടാണ് ഇതിനെ ആ ഒരു സർജിക്കൽ കണക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് സമയപരിധിയുണ്ട്. ഇത് എന്താവാനായിട്ട് ഒന്ന് റെഡിയായി നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് സമയമൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇനി പിന്നീട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് വേഗം വായിച്ചു നോക്കിയേ. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല ഫസ്റ്റ് സെന്റൻസും അതുപോലെ ആ ലാസ്റ്റത്തെ 2 സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. മോസ്റ്റ് നാച്ചുറൽ അസസൈറ്റ് ഏതാന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏതാണ് സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ തമ്മിലുള്ള സർജിക്കൽ കണക്ഷൻ ഉള്ള വാസ്കുലർ അസസൈറ്റ് ഏതാണ് എന്നും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. സോ നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വണ്ണാണ് എ വി ഗ്രാഫ്റ്റ്, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്. നമ്മൾ ആദ്യം പഠിച്ചത് എ വി ഫിസ്റ്റുല ആയിരുന്നു കേട്ടോ. അടുത്തത് എ വി ഗ്രാഫ്റ്റ്, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് ഈസ് എ കൈൻഡ് ഓഫ് അസസ് യൂസ്ഡ് ഫോർ ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിന് ഉപയോഗിക്കുന്ന ഒരു അസസൈറ്റ് ആണ് എ വി ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. എ വി ഫിസ്റ്റുല പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എ വി ഗ്രാഫ്റ്റ്. The graft is normally placed in the arm but may be placed in the leg if needed. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ സാധാരണ കൈകളിലാണ് ഈ ഒരു എ വി ഗ്രാഫ്റ്റ് ആണെങ്കിലും ചെയ്യുന്നത്. ഇനി കയ്യിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് അത് കാലിലേക്ക് ചെയ്യാവുന്നതാണ്. Then an AV graft, ഇനി വരുന്ന പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. An AV graft is the connection of a vein and artery that uses a hollow synthetic tube, the actual graft. ഇവിടെ നിങ്ങൾ ആ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിക്ചർ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? മിസ്സിന്റെ ഇതിലും കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കാം കേട്ടോ. ഇവിടെ എ വി ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാല് വെയിനും ആർട്ടറിയും തമ്മിൽ ഇവിടെയും കണക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണോ ഉണ്ടാക്കുന്നത്? അല്ല, അല്ലെ? ഇവിടെ ഒരു ഹോളോ സിന്തറ്റിക് ഒരു ട്യൂബ്, അതായത് അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആക്ച്വൽ ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ പിക്ചറില? കണ്ടോ? അങ്ങനെയാണ് ഇവിടെ കണക്ഷൻ. അപ്പൊ ആ വെയിൻസും ആർട്ടറിയും തമ്മില് സർജറിയിലൂടെ നമ്മളൊരു കണക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള കണക്ഷൻ അല്ല ഉണ്ടാക്കുന്നത്. ഈ ഹോളോ സിന്തറ്റിക് ട്യൂബ് അല്ലെങ്കിൽ ആ ഗ്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എ വി ഗ്രാഫ്റ്റ് എന്നതിനെ വിളിക്കാനുള്ള കാരണവും. വൺ എൻഡ് ഓഫ് ദി ട്യൂബ് ഈസ് അറ്റാച്ച്ഡ് ടു ആൻ ആർട്ടറി. ഇതില് ആ ട്യൂബിന്റെ ഒരു എൻഡ് ആർട്ടറിയുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെ? അടുത്ത എൻഡ് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? ആർട്ടറിയുമായിട്ട് ഒരു എൻഡ് കണക്ട് ചെയ്തു. അടുത്ത എൻഡ് എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്? എന്തുമായിട്ടായിരിക്കും ആ ട്യൂബ്? വെയിനുമായിട്ട്, അല്ലെ? വൺ എൻഡ് ഓഫ് ദി ട്യൂബ് ഈസ് അറ്റാച്ച്ഡ് ടു ആൻ ആർട്ടറി ആൻഡ് ദ അതർ എൻഡ് ഓഫ് ദി ട്യൂബ് ഈസ് അറ്റാച്ച്ഡ് ടു എ വെയിൻ. അപ്പൊ രണ്ടും തമ്മില് ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് അല്ലെങ്കിൽ ഒരു ഗ്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് എ വി ഫിസ്റ്റുല അല്ല എ വി ഗ്രാഫ്റ്റ്, അല്ലെ? ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് മാറിപ്പോവരുത് കേട്ടോ. എ വി ഫിസ്റ്റുല ആണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള അസസൈറ്റ് ആണ്. അവിടെ ബ്ലഡ് വെസൽസ്, അതായത് ഇപ്പൊ നമ്മുടെ ആർട്ടറിയും വെയിനും തമ്മിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്, സർജിക്കൽ കണക്ഷൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു അവിടെ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആണ് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മളൊരു ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ചാണ് ആർട്ടറിയെയും വെയിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഒരു എൻഡ് ആർട്ടറിയുമായിട്ട് കണക്ട് ചെയ്യുന്നു, മറ്റേ എൻഡ് ആ ഒരു വെയിനുമായിട്ട് ആ ട്യൂബിന്റെ കണക്ട് ചെയ്യുന്നു. മനസ്സിലായല്ലോ? This connection resulting blood flowing from the high flow, high pressure artery through the graft and into the low flow, low pressure vein. ഇവിടെ ഈ ഒരു കണക്ഷനിലൂടെ നമ്മുടെ ആ ഒരു ഹൈ ഫ്ലോ, ഹൈ പ്രഷറില്, ഹൈ ഫ്ലോയില് ബ്ലഡ് പോകുന്ന ആർട്ടറിയിൽ നിന്നും നമുക്ക് എപ്പോഴും നമ്മുടെ ഫ്ലൂയിഡ്സ് എങ്ങനെയാണ്?
പ്രഷർ കൂടിയെടുത്തുന്ന അല്ലെങ്കിൽ ഫ്ലോ കൂടിയെടുത്ത് പ്രഷർ കൂടിയെടുത്ത് പ്രഷർ കുറഞ്ഞെടുത്തേക്കല്ലേ ഫ്ലോ ചെയ്യുന്നേ? അല്ലേ? അല്ലേ? ഏത് ഫ്ലൂയിഡ്സ് ആണെങ്കിലും അങ്ങനെയല്ലേ? ഇവിടെയാണെങ്കിലും ഹൈ ഫ്ലോ ഹൈ പ്രഷറിലൂടെ ഹൈ ഫ്ലോയില് ആർട്ടറിയിലൂടെ ബ്ലഡ് പോകുമ്പോൾ അവിടെ ഒരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കി അല്ലെ? എന്തിലോട്ടുള്ള കണക്ഷനാ? വെയിനിലേക്കുള്ള കണക്ഷൻ അല്ലെ? അപ്പൊ അങ്ങനെ ദിസ് കണക്ഷൻ റിസൾട്ടിങ് ബ്ലഡ് ഫ്ലോയിങ് ഫ്രം എവിടെ നിന്ന് എവിടേക്ക് ഒരു ബ്ലഡ് ഫ്ലോ നടക്കും? ഹൈ ഫ്ലോ ഹൈ പ്രഷർ ആർട്ടറിയിൽ നിന്ന് ഈ ഗ്രാഫ്റ്റിലൂടെ ലോ ഫ്ലോ ലോ പ്രഷർ വെയിനിലേക്ക് ഒരു ബ്ലഡ് ഫ്ലോ നടക്കുന്നില്ലേ? അപ്പോ നടക്കുന്നുണ്ടോ? ഹൈ ടു ലോയിലേക്ക് നടക്കുന്നുണ്ട് അല്ലെ? സോ അത്തരം കണ്ടീഷനില് നമുക്ക് അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? ആ ഒരു ഫ്ലോ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. Consequently, the blood flow through the graft provide a flow rate that will supply enough blood to provide a suitable hemodialysis treatment. That AV graft provides a solution for small or weak veins. ഇവിടെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ബ്ലഡ് ഫ്ലോ ഹൈ ടു ഫ്ലോ ലോ ഇതിലേക്ക് ലോ പ്രഷർ ഉള്ളതിലേക്ക് ബ്ലഡ് ഫ്ലോ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഗ്രാഫ്റ്റിന്റെ ഒരു സഹായത്തോടെ ആ ഗ്രാഫ്റ്റിലൂടെ നമുക്ക് ആ ഒരു ഡയാലിസിസിന് ആവശ്യമായ സ്യൂട്ടബിൾ ബ്ലഡ് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ബ്ലഡ് എടുക്കാനും ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റ് അനുയോജ്യമായിട്ടുള്ള ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യാനും അതിനനുസരിച്ച് ആ ഒരു ബ്ലഡ് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ബ്ലഡ് നമുക്ക് കിട്ടാനും ഒക്കെ ഈ ഒരു AV ഗ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ സഹായത്തോടെ ലഭ്യമാകുന്നുണ്ട്. സോ ഈ AV ഗ്രാഫ്റ്റ് അതുപോലെ തന്നെ എന്തിനുള്ള സൊല്യൂഷൻ ആണെന്ന് പറയുന്നത്? സൊല്യൂഷൻ ഫോർ സ്മോൾ ഓർ വീക്ക് വെയിൻസ്. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്മോൾ അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള വെയിൻസ് ആണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു AV ഗ്രാഫ്റ്റ് ചെയ്യാം. AV ഫിസ്റ്റുലയാണ് സാധാരണ കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യുന്നത്. അപ്പൊ AV ഫിസ്റ്റുല ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ അടുത്തൊരു ഓപ്ഷൻ അവർക്ക് AV ഗ്രാഫ്റ്റ് ആയിരിക്കും ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ അവിടെ സ്മോൾ അല്ലെങ്കിൽ വീക്ക് വെയിൻസ് ആണ് അവർക്കുള്ളതെങ്കിൽ ഫിസ്റ്റുല ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ അവിടെ ഗ്രാഫ്റ്റ് എന്നൊരു മെത്തേഡ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആക്ച്വലി ഒരു ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ച് വെയിനും ആർട്ടറിയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു. സോ അത്തരത്തിലൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഗ്രാഫ്റ്റിലൂടെ ഹൈ പ്രഷർ ഹൈ ഫ്ലോയിലുള്ള ആർട്ടറിയിൽ നിന്നും ലോ പ്രഷർ ലോ ഫ്ലോയിൽ പോകുന്ന വെയിൻസിലേക്ക് ബ്ലഡ് ഫ്ലോ നടത്തുകയും അത്തരത്തില് നമുക്ക് ആ ഒരു ഗ്രാഫ്റ്റ് വഴി ആവശ്യമായിട്ടുള്ള ആ ഒരു ഹീമോഡയാലിസിസ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ബ്ലഡ് എടുക്കാനും ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനും ഒക്കെ നമുക്ക് ഇതിലൂടെ ആ ഒരു ഫ്ലോ റേറ്റ് കൂടുന്നത് കൊണ്ട് തന്നെ സാധിക്കുന്നുണ്ട്. സ്മോൾ അല്ലെങ്കിൽ വീക്ക് വെയിൻസിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഇത് നൽകാനും സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി AV ഗ്രാഫ്റ്റ്. ഇതാണ് ദിസ് കണക്ഷൻ റിസൾട്ടിങ് ബ്ലഡ് ഫ്ലോയിങ് ഫ്രം. അതായത് ഇങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ ആ രണ്ട് കണക്ഷൻ വഴി ഇപ്പൊ ആർട്ടറിയിൽ നിന്ന് വെയിനിലേക്ക് നമ്മളൊരു കണക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആർട്ടറിയിലൂടെ ഹൈ ഫ്ലോ ഹൈ പ്രഷറിലാണ് ആർട്ടറിയിലൂടെ ബ്ലഡ് പോകുന്നത്. സോ അത്തരത്തില് ഹൈ ഫ്ലോയിലുള്ള ഹൈ പ്രഷറിലുള്ള ആർട്ടറിയിൽ നിന്നുള്ള ബ്ലഡ് ഈ ഗ്രാഫ്റ്റിലൂടെ ലോ ഫ്ലോ ലോ പ്രഷറുള്ള വെയിൻസിലേക്ക് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലോ റേറ്റ് കൂട്ടാനും അതിനനുസരിച്ച് നമുക്ക് അതിന്റെ ആ ഒരു ഗ്രാഫ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രാഫ്റ്റ് വഴിയാണ് ആ ഒരു ഫ്ലോ കൂടുന്നത് ആ ഗ്രാഫ്റ്റിലാണല്ലോ. അതിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ അവിടെ നിന്നാണ് ബ്ലഡ് ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് എടുക്കുന്നതും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള എന്താണ് പ്യൂരിഫിക്കേഷനും ഫിൽട്രേഷനും ഒക്കെ കഴിഞ്ഞ് തിരികെ കയറ്റുന്നതും. അതുപോലെ സ്മോൾ അല്ലെങ്കിൽ വീക്ക് വെയിൻസിന് ഒരു നല്ലൊരു സൊല്യൂഷൻ കൂടിയാണ് AV ഗ്രാഫ്റ്റ്. ഓക്കെ ആണോ? കംപ്ലീറ്റ് ആയോ? വായിച്ച ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ AV ഗ്രാഫ്റ്റ് വരെ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.